ബ്രദറിൻ അസംബ്ലിയുടെ ഫെബ്രുവരി 20 നടക്കുന്ന ഗ്രാജുവേഷനിലൂടെ ഗ്രാജുവേറ്റ് ആകുന്ന 6 കുഞ്ഞുങ്ങളും അതുപോലെ PBI ഫാമിലിയും ഒത്തുചേർന്ന് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുവാനും ഇങ്ങനെ ഈ സന്ദർഭത്തിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. BBI ഫാമിലി എന്ന് പറയുമ്പോൾ പ്രിയ സണ്ണിച്ചാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ഓർക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ BBIയിലെ സ്റ്റുഡൻസ് എല്ലാവരും പത്തനംതിട്ട അസംബ്ലിയുടെ ഫാമിലിയിലെ മെമ്പറും ആയിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയുടെ ഉള്ളിലുള്ള ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലാണല്ലോ അവർ ആരാധിക്കുന്നത്. അതിനായിട്ട് അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ളത് നാം എല്ലാവരും ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് പ്രിയ സന്യങ്ങൾ ഓർപ്പിച്ചല്ലോ, ഇതിൻ്റെ തുടക്ക കാലങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സഹോദരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് ഇത്ര വലിയ ബൃഹത്തായ ഒരു പ്രസ്ഥാനം രൂപപ്പെടുവാനും ഭാരത സുവിശേഷീകരണത്തിൻ്റെ ഇത്രത്തോളം കാരണമായി തീരുവാനുമായിട്ട് ഇടയാക്കിയതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനേ വകയുള്ളൂ. ഒരു സഹോദരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പത്തനംതിട്ട പട്ടണത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം, എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാകണം, ആ ചിന്ത അത് കൂടെയുള്ള കൂട്ടു സഹോദരന്മാരോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വന്നു. ആ പ്രാർത്ഥനയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് സുവിശേഷാലയത്തിനും ഭാവിയിൽ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുവാൻ മാത്രമേ വകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ 28 ബാച്ചുകൾ ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റായി കടന്നുപോയതായിട്ട് 28ാമത്തെ ആണല്ലോ ഇനി ഗ്രാജുവേഷൻ നടക്കുവാനായിട്ട് പോകുന്നത്. ഇത്രത്തോളം കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഗ്രാജുവേറ്റായി പോകുമ്പോൾ നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യം, പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിങ്ങൾ ഭൂലോകമെമ്പാടും എൻ്റെ സാക്ഷികളാകുവിൻ. ഇത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് യഥാർത്ഥമായി ആ വാക്കുകൾ, അതിൻ്റെ മുട്ടലുകൾ, ഹൃദയത്തിൻ്റെ ആ വാതിൽ മുട്ടല് അത് കേൾക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് വചനം പഠിക്കുവാനായിട്ട് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഇടയായത്. അവരത് ഏറ്റെടുക്കുവാനും അവര് ആ രീതിയിൽ പഠിക്കുവാനും ഒക്കെയുമായിട്ട് അവരെ ഇടയാക്കി. അവര് ആദ്യം പറഞ്ഞ പ്രിയ മകനിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. പൂർണ്ണസമയം കർത്തൃ സേവയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി എനിക്ക് ഇല്ല എന്ന്. എന്നാൽ ഇത് പഠിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വിളി നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കണമെന്നുള്ള ആ വിളി മാനിച്ച് അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തപ്പോൾ അവരുടെ മനസ്സിൽ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ 20-ാം തീയതി നടക്കുന്ന ഗ്രാജുവേഷനിലൂടെ അവർക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുമെങ്കിലും തുടർന്ന് അത് ഈ ഒരു കോഴ്സിൻ്റെ ഇതിൻ്റെ ഒരു അവസാനം അല്ല. ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിലൊക്കെ നാം ചേരുമ്പോൾ ആദ്യത്തെ സമയം ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സമയങ്ങളാണ്. ഏകദേശം 1 വർഷക്കാലം അതിൻ്റെ ട്രെയിനിങ്ങുകളാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ ആ ട്രെയിനിങ് പൂർത്തിയാവും. ആ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ അതൊരു ഒരു അവസാനമല്ല. ആ സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു കവാടം, ഒരു തുടക്കം മാത്രമാണ്. അതുപോലെ പ്രിയ ദൈവ കുഞ്ഞുങ്ങൾ ഈ ഗ്രാജുവേഷനിലൂടെ അവർ ഇത് പൂർത്തിയായി മുൻപോട്ട് പോകുമ്പോൾ സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ പോരാടുവാനുള്ള എല്ലാ ഊർജവും എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ നിറവും പ്രാപിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി ഒരു തുടക്കം മാത്രമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഗ്രാജുവേഷനായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അവർ കടന്നു പോകുമ്പോൾ പഠനം മാത്രം പൂർത്തിയാക്കിയല്ല അവർ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു വിളി അനുഭവിച്ചവരാണ്. അത് ഭൂലോകമെമ്പാടും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ആ ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന ഒരു പോരാളിയെ പോലെ നിങ്ങൾ അതിൻ്റെ ഒരു അതിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതുപോലെ ആ ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പഠിച്ച് പൂർത്തിയാക്കി കടന്നു പോകുന്ന നിങ്ങൾക്ക് വചനത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങൾ ഈ പോരാട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ,
നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. അവൻ്റെ പ്രവൃത്തി, അവൻ്റെ സാക്ഷ്യം നിങ്ങൾ പുലർത്തണം. അത് സങ്കീർത്തനം 119 105 നാം വായിക്കുന്നത് പോലെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിങ്ങളുടെ പോകുന്നിടത്തൊക്കെ നിങ്ങളുടെ കാൽ സ്പർശിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുന്നോട്ടുള്ള വഴി കാട്ടുവാനായിട്ട് അതൊരു പ്രകാശമായി, അതൊരു ദീപമായി നിങ്ങളുടെ കാൽ പ്രാപിക്കുവാൻ, ആ ദൗത്യബോധത്തോടുകൂടി നിങ്ങൾ പോകുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് എല്ലാ വിധമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആ വിളിയുടെ ഉറപ്പും നൽകി നിങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ഇത്രയും സ്റ്റുഡൻസിന് ഒരുമിച്ച് നമുക്കിവിടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് നമ്മുടെ ചർച്ചിനൊരു ബ്ലെസ്സിങ് ആണ്, യാതൊരു സംശയവുമില്ല. എല്ലാ ആഴ്ചയും അവർ വരുമ്പോഴും നമ്മളുടെ ആരാധന കൂടുതൽ ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നൊരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. Book of 2 Timothy chapter 2 verse 15. 2 Timothy 2 Timotheus 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഓൾസോ 2 Timothy chapter 4 verse 5. 4 verse 5. 4:5. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അതിനുശേഷം പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയുടെ ഭാഗമാണ് ഇത് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് എ ഫ്ലവർ ബെഡ് ഓഫ് റോസസ്. അതത്ര ഈസിയുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്, എനിക്കറിയാം. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, ലൈഫ് ത്രെട്ടനിങ് ഒരു ജോബാണ്, യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. ദൈവകൃപ നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടും, യാതൊരു സംശയവുമില്ല. യൂസ് യുവർ ടാലൻറ്റ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മോചനത്തിനു വേണ്ടി ശക്തിപൂർവ്വം അനേകം പേരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ സപ്പോർട്ട് ആൻഡ് പ്രേയേഴ്സ് എപ്പോഴും ഉണ്ടാകും. വി ലവ് യു, വിൽ ബി പ്രേയിങ് ഫോർ യു ഓൾവേസ്. വിശ്വസ്തമായിട്ട് ദൈവത്തിൻ്റെ സേവ ചെയ്യുവാൻ, എസ്പെഷ്യലി ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ്, I congratulate and wish all the best in your life. May God bless you all. Thank you.